ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനു. റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എങ്ങോട്ടേക്കോ ഉള്ളൊരു യാത്രയാണെന്ന്. അതെ ഗൈസ്, നമ്മൾ ഇന്ന് എറണാകുളം വരെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുന്നില്ലേ എൻ്റെ മടിയെക്കുറിച്ച്. ആ മടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. മോളുണ്ടായതിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ് കേട്ടോ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്തിരി സ്പെഷ്യലും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തിനാ എറണാകുളത്തേക്ക് പോകണമെന്ന് പറഞ്ഞു തരാം. എൻ്റെ രണ്ടാമത്തെ ഏടത്തിയമ്മയുടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആളൊരു പ്രൊഫഷണൽ ഡാൻസ് ടീച്ചറും കൂടിയാണ്. ഞാനും എൻ്റെ അമ്മയും ഏടത്തിയമ്മയും പിന്നെ ഞങ്ങളുടെ 2 കുഞ്ഞാവകളും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടാവുന്ന യാത്രയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു യാത്രയും അനുഭവവും ആയിപ്പോയിരുന്നു കേട്ടോ ഇത്. നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണിച്ചു കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കയറി 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആൾ കിടന്നുറങ്ങി കേട്ടോ. അതുപോലെ തന്നെ ഒരു നീണ്ട ബ്രേക്കിന് ശേഷമാണ് കേട്ടോ ഞാൻ മെട്രോയിൽ കയറുന്നത്. ഖത്തറിലായിരുന്ന സമയത്ത് നമ്മുടെ യാത്രകൾ മൊത്തം മെട്രോയിലോ അല്ലെങ്കിൽ ബസ്സുകളിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത് തന്നെ. മോളിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മെട്രോ യാത്ര എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 5 പേരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ യാത്ര. രാവിലെ 8 മണിയാകുമ്പോഴേക്കും തന്നെ ഞങ്ങൾ പോയിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വേണ്ടേ മേക്കപ്പും കോസ്റ്റ്യൂമും പിന്നെ അവർക്ക് ചെറുതായിട്ട് പ്രാക്ടീസും ഒക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായില്ലേ എൻ്റെ മടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതെ ഗൈസ്, ഇത് ഓണത്തിന് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോൾ വിഷു ആവാറായി. ഇപ്പോഴാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. നമ്മുടെ മടിയും കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എന്നാലും ചെയ്യാൻ മടിയാണെന്നേ. ഒബ്രമോളിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു, ഒത്തിരി ഡാൻസ് പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളടക്കം എത്ര ഭംഗിയായിട്ടാണെന്നറിയോ ഡാൻസ് കളിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് കയറിയ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 11 മണിയായിട്ടോ. ഏടത്തിയമ്മ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇത്തിരി പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുപോലെ ഞങ്ങൾക്ക് സെയിം ഏജുമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ വൈബൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് താനും. പിള്ളേർ വാശി പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഏടത്തിയമ്മയുടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോയി കാണാനൊന്നും പറ്റിയില്ല. ഈ ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടിട്ട് എൻട്രി ചെയ്തില്ലേ, അതാണ് കേട്ടോ എൻ്റെ ഏടത്തിയമ്മ. ഏടത്തിയമ്മ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അമ്മു എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി വരുന്ന കുറച്ച് വീഡിയോസ് ഞാൻ മുമ്പ് എടുത്തു വെച്ചതായിരിക്കും കേട്ടോ.